പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള കാലമാണ്. ദൈവപുത്രനെ തിരിച്ചറിയാനുള്ള കാലം. അവനെ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അവനിലേക്ക് ജീവിതം സമർപ്പിക്കാൻ, അവനാണ് വഴി, അവനാണ് സത്യം, അവൻ മാത്രമാണ് രക്ഷയെന്ന് ഏറ്റുപറഞ്ഞ് അവനിൽ ആശ്രയിക്കാനുള്ള കാലം. കാരണം സുവിശേഷത്തിൽ, ഉപമയിൽ ഈ മനുഷ്യരവനെ തിരിച്ചറിയുന്നുണ്ട്. ഇവനാണ് അവകാശി, ഇവനെ കൊന്ന് നമുക്ക് അവകാശം കരസ്ഥമാക്കാം. ഇതവർ പറയണേ, ഇവനാണ് അവകാശിയാണെന്നറിയാം. എന്നിട്ട് അവരവനെ കൊന്നുകളയായി. എന്തൊരു മണ്ടത്തരമാണെന്ന് ആലോചിക്കണേ. കാരണം അവനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ അവരെ ബാധിച്ചത് ഇങ്ങനെ സ്വത്തിനോടുള്ള ആർത്തിയായിരുന്നു. ആദ്യ മാതാപിതാക്കൾ ചെയ്ത അതേ പാപം ഇവിടെ ആവർത്തിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എല്ലാം സ്വന്തമായിരുന്നിട്ടും, അവകാശികളായിരുന്നിട്ടും അവരിങ്ങനെ അതിൽ കൂടുതൽ ആഗ്രഹിച്ച് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ കണ്ണുമഞ്ഞളിച്ച് പിശാചിൻ്റെ തന്ത്രത്തിൽപ്പെട്ട് സ്വയം തകർന്നു പോയ മനുഷ്യരെ കണക്ക് ഇന്നത്തെ ഈ ഉപമയിലെ ഈ മനുഷ്യർ. ശരിക്കും അവര് കർത്താവിനെ തിരിച്ചറിഞ്ഞോ അവനായിരിക്കുന്ന രീതിയിൽ തിരിച്ചറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഇവനാണ് അവകാശി, ഇവൻ ദൈവപുത്രനാണ്. പക്ഷെ ആ പുത്രത്വത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ദൈവം തന്നെയാണെന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് അവരെത്തിച്ചേർന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒന്നാമത്തെ വായനയിൽ ജോസഫിനെ തിരിച്ചറിയാതെ പോയ മക്കളെ കണക്ക് ബാക്കിയുള്ളവരെല്ലാവരും കൂടി അവനെ 20 വെള്ളിക്കാശിന് ഇങ്ങനെ മറ്റുള്ളവർക്ക് അടിമയായിട്ട് വിൽക്കുന്ന കണക്ക് ഇവിടെ കർത്താവിൻ്റെ വിധിയും ഏതാണ്ടൊക്കെ തീരുമാനിക്കപ്പെടുന്നുണ്ട്. യൂദാസിന് സംഭവിച്ചു പോയത് അതാണ്. കർത്താവിനെ ആള് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ശരിക്കും. എന്നാൽ ആള് ദൈവമാണെന്ന്, ആളുടെ നിയോഗം എന്താണെന്ന്, ശരിക്കും ലോകത്തെ രക്ഷിക്കാൻ വന്നവനാണെന്ന് ഉള്ള തിരിച്ചറിവില്ലാതെ പോയത് കൊണ്ടാണ് ഈ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കണത്. കർത്താവിനെ തിരിച്ചറിയാനുള്ള കാലമാണ്. ഞാനാണെന്ന് മനസ്സിലാക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദിവസങ്ങൾ. കർത്താവിനെ ദൈവമാണെന്ന് തിരിച്ചറിയാനായിട്ടുള്ളൊരു കാലം. ബാക്കി ഒരു രീതിയിലും കർത്താവിനെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, ഒറ്റിക്കൊടുക്കുന്നത് പോലെ ആയിരിക്കും. അവൻ അത്ഭുത പ്രവർത്തകനാണ്, അവൻ എൻ്റെ കടം മാറ്റുന്നവനാണ്, അവൻ എനിക്ക് രോഗസൗഖ്യം നൽകുന്നവനാണ്. ഇതൊന്നും പോരാന്നേ, നീ ദൈവമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്താനായിട്ടൊരു കാലം. അതാണ് പത്രോസ് അപ്പോസ്തലൻ നടപടി പുസ്തകത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായിരുന്നു അവൻ, ആ കല്ലാണ് യേശു, മറ്റാരിലും രക്ഷയില്ല. അത് അപ്പോസ്തലൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മറ്റാരിലും രക്ഷയില്ല. കർത്താവ് കാണിച്ചു കൊടുത്ത അത്ഭുത പ്രവൃത്തികളിലോ, പിശാചുക്കളെ പുറത്താക്കുന്നതിലോ, ഈവൻ മനുഷ്യരെ മരണത്തിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിൽ പോലും അവനിൽ നിന്ന് പൊയ്ക്കൂടാ. അതിനും അപ്പുറത്തേക്ക് അവൻ ദൈവമാണെന്ന്, മറ്റാരിലും രക്ഷയില്ലെന്ന്, അവൻ മാത്രമാണ് ദൈവമെന്ന് ഏറ്റുപറയാനായിട്ടുള്ള തിരിച്ചറിവിലേക്കും ബോധ്യത്തിലേക്കും എത്തിച്ചേരാനായിട്ടുള്ള കാലമാണ്. ആ തീക്ഷ്ണതയോടുകൂടെ അവനാണ് ദൈവമെന്ന് വിളിച്ചു പറയാനായിട്ടുള്ള കാലം. അതിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യരേക്ക് ജീവൻ കൊടുത്തതെന്ന് അറിയണം. ഇത് അവർ കടന്നുപോയൊരു നോൻപ് കാലം ഉണ്ടായിരുന്നു ശരിക്കും. ഇങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ കർത്താവിൻ്റെ മരണത്തിന് ശേഷം ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഒറ്റപ്പെട്ട് സ്വയം ധ്യാനിച്ചും ഒക്കെ ഇരിക്കേണ്ടി വന്നൊരു കാലഘട്ടം. അതിനുശേഷമാണ് കർത്താവിൻ്റെ ഉയർപ്പ് കാണുന്നത്, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുന്നത്. അതോടുകൂടി അവർക്ക് കിട്ടുന്നൊരു ബലമുണ്ട്. പക്ഷെ അവിടെ വെച്ചും കർത്താവ് ഓർമ്മപ്പെടുത്തും, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. അങ്ങനെ ആത്മാവിനെ ലഭിക്കുന്നു. പിന്നെ ഈ കർത്താവിനെ കാണുന്നത് വരെ അവരുടെ ജീവിതം ഇങ്ങനെ നോൻപ് കാലമായിരുന്നു. അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു നോൻപ് കാലമാണത്. അവനെ ദൈവമായിട്ട് തിരിച്ചറിയുന്ന ആ നിമിഷം മുതൽ പിന്നീട് അവർക്ക് പേടിയൊന്നുമില്ല, ഒരാളെയും ഭയപ്പെടുന്നില്ല. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നതെന്നാണ് പിന്നീട് ഇതേ ജെറുസലേം നിവാസികളുടെ മുൻപിൽ ഇറങ്ങി നിന്ന് അവർ വിളിച്ചു പറയണത്.
നിങ്ങൾ ഞങ്ങളെ കൊന്നുകളഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കുരിശിൽ തറച്ച ക്രിസ്തുവിനെ കുറിച്ചാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അധികാരികളുടെ മുൻപിൽ വെച്ച് ഇവർ വിളിച്ചു പറയുന്നത് കാണും. ഈ ഒരു തിരിച്ചറിവിനുള്ള കാലമാണ് നോൻപ് കാലം എന്നറിയാം. ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് പിടിച്ചു കൊന്നുകളയാന്ന് പറയണത് പോലെ കർത്താവിനെ അത്ഭുത പ്രവർത്തകനായിട്ട് മാത്രം കണ്ടെത്തിയാൽ പോരാ, രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവനായിട്ട് മാത്രം കണ്ടെത്തിയാൽ പോരാ, എനിക്ക് ശക്തി നൽകുന്നവനായിട്ട് മാത്രം കണ്ടെത്തിയാൽ പോരാ. നേരെ മറിച്ച് നീയാണ് ദൈവം, നീ മാത്രമാണ് ദൈവം, കർത്താവെ, എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ എന്നുള്ള തിരിച്ചറിവിലേക്ക് ഉണരാനായിട്ടുള്ള കാലം. അല്ലാതെ നോൻപെടുത്തൊരു 10-40 ദിവസം നമ്മളിത് വളരെ സ്പെഷ്യലായിട്ട് ആചരിച്ചിട്ട് ഈ ഒരു തിരിച്ചറിവിലേക്കും ബോധ്യത്തിലേക്കൊക്കെ എത്തിയില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ 40 നാളുകളിലെ പ്രത്യേകമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, ഉപവാസാനുഷ്ഠാനങ്ങൾ, ഭക്ഷണം ഉപേക്ഷിക്കലുകൾ, ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കലുകൾ? ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ ദൈവമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിയില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ അംഗങ്ങളൊക്കെ? കർത്താവേ, ഞങ്ങളെ അങ്ങയെ തിരിച്ചറിയാൻ അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകം നിറച്ച് ആശീർവദിക്കണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടി സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് പറഞ്ഞ ഉപമയിലെ ആ മനുഷ്യർക്കും തങ്ങളുടെ സഹോദരനായ ജോസഫിനെ വെള്ളിക്കാശിന് വിറ്റ സഹോദരങ്ങൾക്കും ഒരു സിമിലാരിറ്റി കാണാം. വലിയ അസൂയ ഉണ്ടായിരുന്നു ഇവർക്ക്. ഈ ഒരു കാലം ഈ അസൂയയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും വെറുപ്പിൽ നിന്നുമൊക്കെ മാറാനുള്ള കാലമാണെന്നുകൂടെ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. വെറുപ്പില്ലാത്ത, വിദ്വേഷം നിറയാത്ത, നിർമ്മലമായ മനസ്സോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.